ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ നിലവിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ്. ബംഗ്ലാദേശിലെ പത്രമായിട്ടുള്ള ദ ബ്ലിറ്റ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലിറ്റ്സിലെ ചീഫ് എഡിറ്ററായിട്ടുള്ള സലാഹുദ്ദീൻ ഷോയ്ബ് ചൗധരി അദ്ദേഹം തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദുക്കളിൽ ഹിന്ദുക്കൾക്ക് നേരെ ഹിജാബ് ധരിക്കാനുള്ള രൂക്ഷമായിട്ടുള്ള ഒരു സമ്മർദ്ദം വരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിസ്റ്റ് ഹിജാബ് ധരിക്കാൻ അവിടെയുള്ള ഹിന്ദുക്കളെ നിർബന്ധിക്കുന്നു. പ്രത്യേകിച്ച് ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഹിന്ദു നഴ്സുമാരെയാണ് ഇത്തരത്തിൽ ഹിജാബ് ധരിക്കാനായി ബംഗ്ലാദേശിൽ നിർബന്ധിക്കുന്നത്. അല്ലാത്തവർ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. റോഡ് 3 പഞ്ച്ലൈഷ് പോരാത്തതിന് അവിടെയുള്ള ചിറ്റഗോങ് എന്നിങ്ങനെയുള്ള സ്ഥലത്തുള്ള ആശുപത്രികളിലാണ് ഈ ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ, അതായത് ഈ ഒരു ഞെട്ടിക്കുന്ന ഒരു സമ്മർദ്ദം വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സമ്മർദ്ദത്തിൽ എങ്ങനെയായിരിക്കും അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പ്രതികരിക്കില്ല അറിയില്ല. പോരാത്തതിന് അദ്ദേഹം പറയുന്നത് പല ആൾക്കാരും ഇപ്പോൾ ഇതിനോടകം തന്നെ ജോലി വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണിത്. സേവനം തുടരാൻ നിങ്ങൾ ഹിജാബ് ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സേവനം തുടരാൻ കഴിയുകയുള്ളൂ എന്നും അവിടെയുള്ള മാനേജ്മെൻറ്റ് അഥവാ അതോറിറ്റി അവർ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള നഴ്സുമാർക്ക് അവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ ഹിജാബ് ധരിക്കാത്ത ആൾക്കാരെ ആദ്യം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഭീഷണിപ്പെടുത്തിയിട്ടും ഇത് ധരിക്കാത്ത ആൾക്കാരെയാണ് പിരിച്ചുവിടുന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇത്തരം ഒരു പ്രവൃത്തി തീർച്ചയായും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഭയത്തിലാഴ്ത്തുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ബംഗ്ലാദേശ് പോലീസ് പുറത്തുവിട്ടത്. ഇന്ത്യക്ക് ആ റിപ്പോർട്ട് വലിയ രീതിയിലുള്ള ആശ്വാസമായി. ഇന്ത്യ പറഞ്ഞിരുന്നത് ന്യൂനപക്ഷങ്ങൾ അവിടെ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു എന്നാണ്. പക്ഷേ ബംഗ്ലാദേശ് പറയുന്നത് ഇന്ത്യ ഈ നമ്പറുകളെ, അതായത് ഈ സംഖ്യകളെ പെരുപ്പിച്ച് കാണിക്കുന്നു എന്നാണ്. ഒറ്റപ്പെട്ട ആക്രമണം മാത്രമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നാണ് അവിടെയുള്ള സർക്കാർ പറഞ്ഞത്. എന്നാൽ അവിടുത്തെ തന്നെ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1500-ലധികം ന്യൂനപക്ഷങ്ങൾ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കുടുംബങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്ത് റിപ്പോർട്ട് വരുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് 2000-ലേറെ ന്യൂനപക്ഷ ആക്രമണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.